directed by none other than Rabindranath Tagore. ജയസംഹിത രചിച്ചതാര് എന്ന ചോദ്യത്തിന് എല്ലാവരും ശരി ഉത്തരം എഴുതി കാണില്ല എങ്കിലും കുറച്ചുപേരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതാത്ത മറ്റുള്ളവരോട് ഞാൻ പറയാം, ഐ ആം സോറി. ജയസംഹിത എന്നതൊരു കൃതിയുടെ യഥാർത്ഥ പേരാണ്. ആ കൃതി പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കൃതി അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ കൃതി അറിയപ്പെടുന്ന പേര് മഹാഭാരതം എന്നാണ്. വേദവ്യാസനാണ് ജയസംഹിത എഴുതിയത്. വേദവ്യാസനാണ് ജയസംഹിത എഴുതിയത്. ശതാബ്ദി എക്സ്പ്രസിന് ആ പേര് ലഭിക്കാൻ കാരണം എന്ത്? ശതാബ്ദി എക്സ്പ്രസ് 1989 തുടങ്ങിയത്. 100 വർഷങ്ങൾക്ക് മുമ്പ്. 1980 നിന്ന് 100 വർഷങ്ങൾക്ക് കുറച്ചാൽ 1889 നവംബർ മാസം 14 തീയതി ഭാരതത്തിന്റെ ശില്പി പിറന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ടു കമ്മമറേറ്റ് ദ 100th ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഓഫ് പണ്ഡിറ്റ് നെഹ്റു, ശതാബ്ദി എക്സ്പ്രസിന് ശതാബ്ദി എക്സ്പ്രസ് എന്ന പേര് കിട്ടി. MD ഹാൻഡ് എന്ന അർത്ഥമുള്ള കായിക ഇനത്തിന്റെ പേര് കരാട്ടെ. കരാട്ടെ ശരിയായ ഉത്തരം. മാഡം അല്ലേ ഇപ്പൊ കരാട്ടെ വിളിച്ചു പറഞ്ഞത്? മോനാണ്. മാഡത്തിനെ കണ്ട കരാട്ടെ എന്ന് പറയാൻ തോന്നൂല കേട്ടാ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഭാരതീയ വനിത ബചേന്ദ്രി പാൽ. So I request you to be here for 4 more minutes. 4 മിനിറ്റുകളുടെ ഒരു ചെറിയ ഇടവേള. അതിനു മുമ്പ് നാദിയ സുലൈമാൻ ഇവിടെ ഉണ്ടോ? നാദിയ സുലൈമാൻ, നാദിയ, where is Nadia? നദിയ, ഈ മൈക്ക് പിടിക്കോ? ഇത് ഞാൻ പിടിച്ചോളാം. ഒരു പാട്ട് പാടും. പാടിക്കോ? അറിയാം. പാടും. അവള് ആളാരാണെന്നറിയാം. മോളൊന്ന് പാടിക്കോ. അല്ലേ, ആ കുട്ടി പാടാൻ വന്നാൽ നിങ്ങൾ ഈ പേടിപ്പിക്കുന്ന രൂപമൊക്കെ എടുത്തോണ്ട് മോള് പാടാൻ കുഴപ്പമില്ല. നമുക്ക് പുള്ളിക്കാരനെ കൈകാര്യം ചെയ്യാം. അമർ അക്ബർ ആന്റോണിയിലെ പാട്ട് പാടും. 1 2 3 4. ആഹാ, അവളോട് പാടാൻ ചിലപ്പോ പറഞ്ഞാൽ പാടരുതെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നല്ലേ. ഒരു പാട്ട് അവക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ അവൾ ഒരു ഗിഫ്റ്റ്. മോളൊരു പാട്ട് പാടിയിട്ടാണ് അങ്കിളിനെ പാട്ടിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ. ഈ സ്റ്റേജിൽ വന്ന് ഇവളെ കൊണ്ട് പാട്ട് പാടിക്കാൻ കഴിയുന്ന ആളിന് ഒരു സമ്മാനം. അതാണ് നിങ്ങളുടെ മുന്നിലുള്ള ടാസ്ക്. അപ്പൊ 5 മിനിറ്റ് സമയമുണ്ട്. നിങ്ങളിൽ എല്ലാവർക്കും ശ്രമിക്കാം. ഇവളെ കൊണ്ട് പാട്ട് പാടിക്കുന്ന ആളിന് ഒരു സമ്മാനം. ആദ്യം സുലൈമാൻ ട്രൈ ചെയ്യും. എന്താണ്? വൈഫ് ട്രൈ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ സുലൈമാൻ ഒരു പാട്ട് പാടും. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കണ്ടി
വാക്കുകളില്ല, എൻ്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. തിന്നു ഞാനെൻ്റെ തത്തോലത്തത്ത് പുന്നാരി ചോര മുല്ലനട്ടു. കണ്ണീട്ടിലി നാനിച്ചു തീനാവൻ്റെ പുന്നൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ കാത്തൊരു കൗതുക കൊണ്ടാവള്ളിയൊന്നു രണ്ടാം നാളെൻ്റെ ജീവനമുട്ട എൻ്റെ വന്നു കെട്ടു. ഈരത്തിൻ്റെ കെട്ടൽ കൊണ്ടയിട്ടു. ഈ പാട്ട് അപ്പോൾ എന്തിനാ പാടിയെന്നറിയോ? എന്തിനാ പാടിയെന്നറിയോ? അറിയോ? ഓഡിയൻസിനോട് ഒരു ചോദ്യം. ഈ പാട്ടിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ആദ്യം കയ്യുയർത്തി. യെസ്, നാദിർഷ, ഓടി വാ, നിനക്കാണ് അടുത്ത ഗിഫ്റ്റ്. എന്താ പേര്? ആദിനാരായണൻ. അച്ഛന്റെ പേരെന്താ? ഏത്? നമ്മുടെ രാജേഷോ? ആണോ? എടാ, നീ രാജേഷിന്റെ മോനാ? നീ പിന്നെ എങ്ങനെയാ ഇത്ര മിടുക്കനായത്? അരേട്ടാ, എനിക്ക് വയ്യ. ഇവനൊരു ഗിഫ്റ്റ് കൊടുക്കണല്ലോ. ചോക്ലേറ്റ്. നീ പാട്ട് പാടും. പിന്നെ ഇനി ആരാ കുറച്ചുകൂടി മുതിർന്ന ഒരാള്? നമ്മുടെ ഇത് പാരന്റ്സിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു പാട്ട് പാടും. ആര് പാടും? ദിവ്യ ഉണ്ടോ അവിടെ? ദിവ്യ കേരള സർവകലാശാല കലാതിലകമായിരുന്ന ദിവ്യ. വാല്യുവേഷൻ. അപ്പൊ ദിവ്യ രക്ഷപ്പെട്ടു. Students, are you ready? So let's finish the finals with 3 or 4 rounds, or rather 4 rounds. And are you ready to rock? I warn you, this time it will be a bit difficult for you to rock, because we are making the things lighter for the parents and heavier for you. Are you ready? The പേര്? അച്ഛന്റെ പേര്? സന്തോഷ്. എവിടെ വീട്? കഴക്കൂട്ട. കഴക്കൂട്ടത് എവിടെ? ഇന്ത്യ. ശരി, കഴക്കൂട്ടത്തിൽ ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാ? അതെവിടെയെങ്കിലും ആവട്ടെ, ഒരു പാട്ട് പാടാൻ വന്നാൽ കേരളം. കറക്റ്റ്. സന്തോഷ് എന്ത് ചെയ്യുന്നു? നീ ഏത് പാട്ടാ പാടാൻ പോണേ? പാടുവാ? അടിച്ചു പൊളിച്ചു പാടും? ഡാൻസ് ചെയ്ത് പാടും? പിന്നെ അവർ ഡാൻസ് ചെയ്തു. റെഡി? അവന്റെ സ്മാർട്ട്നെസ്സിന് പാട്ട് തുടങ്ങും മുമ്പ് ഒരു ക്ലാപ്പ് കൊടുത്തു തുടങ്ങാം. ഒന്നുകൂടെ പറഞ്ഞു. കഴക്കൂട്ടം. ഇവന്റെ സ്മാർട്ട്നെസ് കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പൂഞ്ഞാറുകാരനെ. നീ പാടും. പൊന്മാനെ പൂന്തേനെ പൊന്മിന്നി തെന്നും മേനെ കണ്ണാനെ പെണ്ണാനെ സ്വപ്നം കണ്ടു നിന്നെ ഒരു വട്ടം മേൽ തൊട്ടോട്ടെ നിൻമോകം നീയല്ലേ ഒഴുകൂട്ടം കാതിൽ തന്നോട്ടെ നിൻമോകം നീയല്ലേ മഴവില്ലിൽ ചന്തം ചേരും ചിരി കണ്ടാലാരും വീഴും ചിങ്ങാര പൊന്നി ഈരമേ ഈരണ്ട കട്ടമ്മേ കിലുങ്ങിൽ ചീരമ്മേ കുറുമ്പിൽ തടുമേ. എന്താണ്? കവിതയല്ലോ നീ? ഏത് കവിത ചൊല്ലാൻ പോന്നേ? ഏത് കവിത അറിയാം?
ഒന്നും അറിഞ്ഞൂടാ. കള്ളം പറയാൻ നോക്ക്. നമുക്ക് തലത് മഹമ്മൂദിന്റെ ശബ്ദത്തിൽ ഒരു പാട്ട് കേൾക്കാം. തലത് മഹമ്മൂദിന്റെ ശബ്ദത്തിൽ ഒരു പാട്ട്. 1 2 3 come on. ഒരു കാര്യം പറയാനുണ്ട്. ഇദ്ദേഹത്തിന്റെ പാട്ടിന് പ്രത്യേകത കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലല്ലേ? അറിയില്ലേ? സിനിമയിലൊന്നും പാടിയില്ലല്ലോ. കാര്യം സിനിമയിലൊക്കെ ഈ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒക്കെ പാടും. പുള്ളി അതല്ല. പുള്ളി പർപ്പസ് ഓറിയന്റഡ് സിംഗറാണ്. ലക്ഷ്യത്തിന് വേണ്ടി പാടും. അതായത് ചില വീടുകളിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള കുട്ടികളുണ്ടാവും. അവിടെ ഇദ്ദേഹത്തിന് വിളിച്ച് ഒരുപാട് പൈസ കൊടുക്കും, ഒരു പാട്ട് പാടാൻ പറയും. രണ്ടുപേരും പാടുമ്പോൾ പിള്ളേർ പറഞ്ഞോളൂ വേണ്ട ഞങ്ങൾ സ്കൂളിൽ പോയിക്കോളാം. ഇതൊരു മുകേഷിന്റെ പാട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് ജാനേ കഹാ ഗയേ വോ ദിൻ. ഈ പാട്ട് മുകേഷ് പാടാതെ സപ്പോസ് ഇറ്റ് വാസ് സങ് ബൈ തലത് മെഹ്മൂദ്, ജാനേ കഹാ ഗയേ വോ ദിൻ, then how it would have been. Just few lines. जाने कहाँ गए वो दिन रहते थे तेरी राह में, जाने कहीं भी तुम रहो चाहेंगे तुमको उम्र भर, तुमको न भूल पाएंगे, मेरे कदम जहाँ पड़े सजदे किए थे यार ने, मुझको रुला रुला दिया जाती हुई बहार ने, जाने कहाँ गए वो दिन. Thank you. Sri N. Vijayan and Mrs. Sheeja, please walk into the stage. Sri N. Vijayan and Sheeja. Nazir and Hanan. Unnikrishnan and Sheeja. Hariraj and Manjusha. Krishnamurthy and Manchu. Ullas Kumar and Soumya. Rajiv and Balamani. Balamani evide? Balamani. 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 Evide Balamani? You Balamani. Balamani. Srikanth and Gayatri. Srikanth and Gayatri. Evide? And Balamani. Unnu odiva Balamani. Rajiv and Balamani. Balamani. Odiva. എനിക്കൊരു ആവശ്യമുണ്ട് ബാലാമണിയെ കൊണ്ട്. ഇതല്ല കിസ്സൊക്കെ അവിടെ ഇരിക്കും, വരട്ടെ. RSA ബാലാമണിയുടെ ഒരു ഫോട്ടോ നൽകൂ. എന്റെ മദറിലേക്ക് ബാലാമണി ബാലാമണി എന്ന് പറഞ്ഞ വലിയ ജീവനാണ് ആ സീരിയലില്. അപ്പൊ കൊണ്ട് കാണിച്ചു കൊടുക്കാമല്ലോ ഇതാണ് ബാലാമണി എന്ന്. നെർവസാണ്. ബാലാമണി യു സ്കോർഡ് എ വണ്ടർഫുൾ 7 point കേട്ടോ പ്രിലിംസിൽ. 7 പോയിന്റുകൾ കിട്ടി. And the toppers from the prelims, Manoj and CG with 11 points out of 15. ഒറ്റ ചോദ്യം, കൂടുതൽ ഉത്തരങ്ങൾ ആർക്കറിയാമായിരുന്നു? മനോജനാണോ സിജിക്കാണോ? സിജിക്കാണ്. എൻ്റെ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഞാൻ ചോദിച്ച നല്ല അത്ര മോശമല്ലാത്ത ചോദ്യങ്ങളായിരുന്നു. ആ 15 ചോദ്യത്തിൽ 11 ചോദ്യങ്ങൾ ശരിയായിട്ട് പറയാൻ കഴിയും.
എന്നിട്ട് ജീവിതത്തിൽ നിർണായകമായ ഒരു കാര്യത്തിൽ മാത്രമേ ഉത്തരം തെറ്റിപ്പോയത്. ആണോ? പ്ലീസ്. 2 3 4 5 6 7 8 9. ടീം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. Right? Team A, please come to the stage with your mic. If the music support is ready, here is the first round. Your choice. Music illa. Music illa engil ningalude kaigalagate music. Your choice. Your choice എന്ന് പറയുന്ന റൗണ്ടിൽ ടീം എ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് വിഷയം പറയാം. അതിനെ ആധാരപ്പെടുത്തിയായിരിക്കും ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്. ഇഫ് യു ഡിമാൻഡ് ഐ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. അതിന് ശരി ഉത്തരം പറഞ്ഞാൽ 20 മാർക്ക്. ഇഫ് യു ഡിമാൻഡ് ഐ വിൽ ഗോ ഫോർ ദ ലാസ്റ്റ് റൗണ്ട്, വിച്ച് ഇസ് 30 പോയിന്റ്. സോ യു ക്യാൻ സ്കോർ അപ് ടു 60 പോയിന്റ്സ്. പക്ഷെ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി തെറ്റിയാൽ നേരത്തെ കിട്ടിയതുകൂടെ ഇല്ലാതാവും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ശക്തമായ വിഷയത്തിൽ നിങ്ങളുടെ അറിവും ഒപ്പം തീരുമാനമെടുക്കാനുള്ള നിങ്ങളുടെ കഴിവും, ഇത് രണ്ടും പരിശോധിക്കുന്ന ഈ റൗണ്ട് യുവർ ചോയ്സിൽ എന്താണ് നിങ്ങളുടെ ഇഷ്ട വിഷയം? അതിന്റെ ഡിസിഷൻ എടുക്കാൻ തന്നെ അരമണിക്കൂർ വേണം അവർക്ക്. പൊളിറ്റിക്സ്. പോളിറ്റിക്സ്. എവിടുത്തെ? കേരള രാഷ്ട്രീയം. 10 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം. കേരളത്തിലെ എത്ര നിയമസഭാ മണ്ഡലം? 140. 10 മാർക്ക് കിട്ടി. അടുത്ത ചോദിക്കട്ടെ. ചോദിക്കും. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം നടപ്പിലാക്കിയത് ഏത് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലാണ്? പറവൂർ. ശരിയായ ഉത്തരം. 10+20 30. അടുത്തത് ചോദിക്കട്ടെ. ചാത്തുക്കുട്ടി മന്നാടിയാർ എന്ന സംസ്കൃത പണ്ഡിതന്റെ മകൻ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തത്? പാലക്കാട് ജില്ലയാണ്. കൃഷ്ണയ്യർ. തെറ്റായ ഉത്തരം. യു ലൂസ് 30 പോയിന്റ്സ്. യുവർ സ്കോർ ഈസ് 0. ചാത്തുക്കുട്ടി മന്നാടിയാരുടെ മകനായിരുന്നു ഡോക്ടർ മേനോൻ. ആരോഗ്യവകുപ്പ് മന്ത്രിയായ ഡോക്ടർ മേനോന്റെ അച്ഛനായിരുന്നു പണ്ഡിതനായ എഴുത്തുകാരനായ ചാത്തുക്കുട്ടി മന്നാടിയാർ. യുവർ സ്കോർ സ്റ്റാൻഡ് 0 ആൻഡ് ടീം ബി പ്ലീസ് വാക്ക് ഇൻ. ഫാസ്റ്റ് വന്നോളൂ. ഹലോ. വാട്ട് ഈസ് യുവർ സബ്ജക്ട്? സിനിമ. ബലമണിയുടെ ടെൻഷൻ ഇപ്പോഴും ഉണ്ടോ? ശരി. സിനിമയെ കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം. മലയാളത്തിൽ ആദ്യത്തെ നായികയുടെ പേര്? റോസി. പി കെ റോസി. ശരിയായ ഉത്തരം. 10 മാർക്കുകൾ. 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കാം. മലയാള സിനിമ എന്ന് മാത്രമാണോ അതോ സിനിമ എന്നാണോ? മലയാള സിനിമ. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന അലക്സാണ്ടർ ഡ്യൂമാസിന്റെ വളരെ പ്രശസ്തമായ കൃതിയെ അവലംബിച്ച് സൃഷ്ടിച്ച മലയാളത്തിലെ ചലച്ചിത്രം ഏത്? It was a 70mm movie. പടയോട്ടം. ശരിയായ ഉത്തരം. 10+20 30. മൂന്നാമത്തെ 30 മാർക്കുകളുടെ ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കാം. താങ്ക് യു. പല്ലാങ്കുഴി എന്ന ചലച്ചിത്രം കാസ്റ്റിംഗ് വഴി ശ്രദ്ധേയമായതാണ്. പല്ലാങ്കുഴിയിലെ പ്രധാന വേഷം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാകാരന്മാരിൽ ഒരാളായിരുന്നു. ആരാണ് പല്ലാങ്കുഴി എന്ന ചലച്ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്? വി സാംബശിവൻ എന്ന കാഥികൻ. ശരിയായ ഉത്തരം. 30+30 60. ടീം ബി സ്കോർസ് 60 പോയിന്റ്സ്. പ്ലീസ്. ഓക്കേ, താങ്ക് യു. ടീം സി. യെസ്, ടീം സി. എന്താ പേര്? സൗമ്യ. എന്താ സൗമ്യയായിട്ട് വെച്ചിരിക്കണം അല്ലേ? ശരി. എന്താ വിഷയം? ഭരണഘടന. Constitution. Here comes the first question from the Constitution or Constitution of India. Constitution of India. ഗുജറാത്തി സാഹിത്യത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിയ ഏത് വ്യക്തിയാണ്, ഏത് ആചാര്യനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടി സംവിധാനത്തിലും പങ്കുവഹിച്ചത്? കെ എം മുൻഷി. ശരിയായ ഉത്തരം. 10 points. Shall I ask you the 20 point? ചോദിക്കാം.
directive principles of Indian constitutions were adapted from the constitution of which country? Ireland. ശരിയായ ഉത്തരം. 10 plus 20, 30. Now shall I go for the 30 point? Yes. Sure. Here comes the 30 point. What is the 10th fundamental duty of Indian constitution? Countdown. 5. Right to education. Education. Yes. Giving education to the children Fundamental duty of. by parents. Sorry, you are wrong and you lose 30 points. You score 0. What is the 10th fundamental duty, my dear students? വ്യക്തിപരവും സമൂഹത്തിന്റേതും രാജ്യത്തിന്റേതുമായ അഭിവൃദ്ധിക്ക് വേണ്ടി അവനവന്റെ കഴിവുകൾ പരമാവധിയും പൂർണ്ണമായ അർത്ഥത്തിലും പ്രവർത്തിപ്പിക്കാമെന്നും അത് നിർവഹിക്കാമെന്നുമുള്ള ചുമതലാബോധം. 10th fundamental duty is our duty to execute our potentials to the depth of its optimum for the well-being of ourselves, the society, and for the nation. My dear students, you should be able to remember this always. When you score, try to score the best. And team D. മനോജ്, എന്താണ് വിഷയം? പ്ലാനറ്റ്സ്. ഗുഡ്. ആസ് യൂഷ്വൽ, 10ാമത്തെ ചോദ്യം വളരെ എളുപ്പം. ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദേർ ഇൻ ദ സോളാർ സിസ്റ്റം? 8. കറക്റ്റ് ആൻസർ. ബിക്കോസ് എന്തില്ല ഇപ്പോ? പ്ലൂട്ടോ ഇല്ല. 10 അല്ല 9 അല്ല 8 ആണല്ലോ നവഗ്രഹങ്ങൾ ഇല്ല. ശരി. വേർ ദേർ അല്ല ചോദ്യം, ആർ ദേർ എന്നായിരുന്നു. 10 points. Shall I go for the 20 point? Yes. പോവാം. ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ള, ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സ് ഉള്ള പ്ലാനറ്റ് ഏതാണ്? Jupiter. 10 plus 20, 30. Simple. Now shall I go for the last? What was the name of the first vehicle voyage to go to Mars? ചൊവ്വയിലെത്തിയ ആദ്യ പേടകത്തിന്റെ പേര്? നോ. മാർസിലെത്തിയ ആദ്യത്തെ പേടകം വൈക്കിംഗ് 1 ആണ്. വൈക്കിംഗ് 1 മാർസിൽ എത്തിയ പേടകമാണ് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? That is a carrier, right? Right? So what is the answer? You are wrong. You are wrong, but I have heard the answer from here right now. Yes. You couldn't find your path properly. It was pathfinder, not Viking. Team D. യെസ്, മലയാള സിനിമ തന്നെ വീണ്ടും. ശരി, ആയിക്കോട്ടെ. ബാലൻ ഡയറക്ട് ചെയ്തത്. മലയാളത്തിൽ ആദ്യത്തെ മൂവി മേക്കർ, മലയാളത്തിൽ ആദ്യത്തെ മൂവി ഡയറക്ടർ ആരാണ്?